ദൈവത്തെ ഓർത്തു വാഴ്ത്താൻ. യേശുവിന്റെ ഏറ്റവും സ്വന്തമായ പൈതലെ, ദൈവത്തിന്റെ കൃപയുടെ ചാന്ത് തിലകം അണിയുന്ന എന്റെ കുഞ്ഞെ, സ്വന്തം കണ്ണിലെ തടിക്കഷണം കാണാതിരിക്കെ സഹോദര, നിന്റെ കണ്ണിലെ കരട് ഞാൻ എടുത്തു കളയട്ടെ എന്ന് പറയാൻ നിനക്ക് എങ്ങനെ കഴിയും? എനിക്ക് എങ്ങനെ കഴിയും? ചാട്ടുളി പോലെ നമ്മെ പിടിച്ചു കുലുക്കുകയും മുറിക്കുകയും ചെയ്യേണ്ട ഒരു വചനമാണിത്. നമ്മുടെ എല്ലാം ആധ്യാത്മിക ജീവിതത്തിന്റെ ഒരു കെടുതി ഇവിടെയാണ്. എന്റെ ഭാര്യ, അവള് കള്ളത്തരം പറയരുത്, അവള് പരപുരുഷനെ നോക്കരുത്, അവള് ഞാനറിയാത്ത സന്തോഷത്തിൽ പെടരുത്. ഞാനോ, ഞാൻ നയിക്കുന്നവര് അവര് ചെറിയൊരു പിഴവ് പോലും വരല്ലേ, അവരുടെ നാവ് പോലും പിഴയ്ക്കരുത്, അവര് പൂർണ്ണരായിരിക്കണം. ഞാനോ, എന്റെ ഓഫീസിലുള്ളവര് അവര് കള്ളത്തരം കാണിക്കരുത്, അവര് കൈക്കൂലി കാണിക്കരുത്. ഞാനോ, നമ്മുടെ കണ്ണിലെ തടിക്കഷണം എന്തുമാത്രം നമ്മുടെ കാഴ്ചകളെ മറച്ചുവെന്ന് ദൈവത്തോട് ചോദിക്കണം. നമ്മുടെ ഇരു കണ്ണുകളിലും വർഷങ്ങളായി അടിഞ്ഞുകൂടിയ തരികൾ ചേർന്ന് കട്ടപിടിച്ച് ഉണ്ടായ തടിക്കഷണം എന്തുമാത്രം നമ്മളെ കാഴ്ചപ്പാടുകളെ വികലമാക്കി. കർത്താവേ, നിന്റെ കരുണയുടെ മുമ്പിൽ എന്റെ കണ്ണുകളെ കഴുകുവാൻ ഞാൻ വിട്ടുതരുന്നു. സ്വന്തം കണ്ണിലെ തടിക്കഷണം കാണാതെ ആർദ്രമായി സോദരാ, നിന്റെ കണ്ണിലെ തരി ഞാൻ എടുക്കാമെന്നു നീ ചൊല്ലുന്നു. അതൊരു മനസ്സിന്റെ നന്മയാണ് കേട്ടോ സഹോദരങ്ങൾ. ഞാൻ നയിക്കുന്നവർ, എന്റെ കുഞ്ഞുങ്ങൾ, എന്റെ കുടുംബം പിഴയ്ക്കരുത്. അതുപോലെ തന്നെ ഒരു ശ്രദ്ധ, നമ്മുടെ പിഴവുകളിലേക്ക് നോട്ടം വെക്കാൻ, നമ്മുടെ പിഴവുകളിലേക്ക് ശ്രദ്ധിക്കാൻ, അതുപോലെ തന്നെ ഒരു നോട്ടം നമ്മുടെ പിഴവുകളിലേക്ക് വെക്കാൻ, നമ്മെ തിരുത്താൻ കർത്താവ് നിന്നെയും എന്നെയും ഒരുക്കട്ടെ. ആമേൻ.